ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മാർട്ട് ടിപ്സ്. ഞാൻ അനിൽ. നമ്മളുടെ മൊബൈലിൽ നമ്മൾ പാട്ടുകൾ കേൾക്കുന്നതിന് പല ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാറുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നിന്നായിരിക്കും നമ്മൾ പാട്ടുകൾ കേൾക്കുന്നത്. യൂട്യൂബിൽ നിന്ന് നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോൾ പക്ഷേ നമ്മൾക്ക് മറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കാതെ വരുന്നതാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് പാട്ടുകൾ കേട്ടുകൊണ്ട് മറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനായിട്ടായി തന്നെ നമ്മളുടെ മൊബൈലിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂട്യൂബിലേക്ക് പോകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് യൂട്യൂബിൻ്റെ ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ആപ്ലിക്കേഷനിലൂടെ അല്ല, നമ്മൾ നേരെ മറിച്ച് നമ്മളുടെ മൊബൈലിൽ ഏതാണോ ബ്രൗസർ ഉള്ളത്. എൻ്റെ ഫോണിലാണെങ്കിൽ ഇപ്പോൾ ക്രോം ബ്രൗസറിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഗൂഗിളിൽ പോയിട്ട് യൂട്യൂബ് വെബ്സൈറ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലഭ്യമാകുന്ന പേജ് നമ്മളിപ്പോൾ ഈ കാണുന്ന youtube.studio.com എന്ന് പറഞ്ഞ പേജിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അതിനുശേഷം നമ്മളുടെ മൊബൈലിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. അതായത് 3 ഡോട്ടിൽ നമുക്ക് മുകളിൽ കാണാൻ സാധിച്ചു. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് മാറ്റുക. അത് കഴിഞ്ഞ് നമ്മളുടെ മൊബൈലിൽ ഈ പറഞ്ഞ പാട്ട് ഏതെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഉദാഹരണത്തിന് ഞാനിപ്പോൾ യേശുദാസിൻ്റെ പാട്ടുകളാണ് സെർച്ച് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ യേശുദാസിൻ്റെ ഏറ്റവും മുകളിൽ ഹിന്ദി സോങ്സ് അല്ലെങ്കിൽ അയ്യപ്പ സോങ്സ് ഏതെങ്കിലും ഒന്ന് നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ആ പാട്ടുകൾ വരുമ്പോൾ നമ്മളതിൽ ഏതെങ്കിലും ഒന്ന് പ്ലേ ചെയ്യുക. ജസ്റ്റ് അതൊന്ന് പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പാട്ട് പ്ലേ ആകും. പ്ലേ ആയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതൊന്ന് താഴത്തെ ആ ക്ലോസ് ചെയ്യാനുള്ള ബട്ടണിൽ നമ്മളൊന്ന് ജസ്റ്റ് എക്സിറ്റ് അടിക്കുക. ഓക്കെ, ബാക്കല്ല, നമ്മളൊന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ ആ പാട്ട് നമുക്ക് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മളെ സെറ്റിങ്സ് എടുക്കുന്നതിന് വേണ്ടി മുകളിലുള്ള മെനു ബാറിൽ നമ്മൾ താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആ പാട്ട് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷനാണ് നിൽക്കുന്നത്. ജസ്റ്റ് അതിലൊന്ന് പ്ലേ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ ഡെയിലി ഹണ്ടിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അത് ഓപ്പൺ ആകും. അതല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിലും ഓപ്പൺ ആകുന്നില്ല. നമുക്കത് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ വേണമെങ്കിൽ മറ്റ് ആപ്ലിക്കേഷനുകൾ ഉപയോഗിക്കുക, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പറഞ്ഞു തരാനുള്ളത്.